നമസ്കാരം ICJ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ ദിവാകരൻ. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പെൺകുട്ടികളുടെ ലൈംഗിക തൃഷ്ണ വിചിത്രവിധി സുപ്രീം കോടതി റദ്ദാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ മലേഷ്യ വ്യാപാരം ഇനി അതാത് കറൻസിയിൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം കൈമാറി സിപാസ്. കനത്ത കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. വാർത്തകൾ വിശദമായി. പെൺകുട്ടികളുടെ ലൈംഗിക തൃഷ്ണ വിചിത്രവിധി സുപ്രീം കോടതി റദ്ദാക്കി. കൗമാരക്കാരികൾ ലൈംഗിക തൃഷ്ണ നിയന്ത്രിക്കണമെന്നും സ്ത്രീകളെ ബഹുമാനിക്കാൻ ആൺകുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും നിരീക്ഷിച്ച കൽക്കട്ട കോടതി വിധി റദ്ദാക്കി സുപ്രീം കോടതി. പോക്സോ കേസുകൾ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി ഉത്തരവാണ് ജസ്റ്റിസ് AAS ഓഖ അധ്യക്ഷനായ ബെഞ്ച് റദ്ദാക്കിയത്. പോക്സോ കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശങ്ങളും കോടതി ഉത്തരവുകൾ എങ്ങനെ എഴുതണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജസ്റ്റിസ് ഓഖെ നിർദ്ദേശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായാൽ ഏറ്റെടുത്ത നിയമ നടപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശമുള്ളതിനാൽ പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട ജസ്റ്റിസ് ഹേമയുടെ കത്തിനാലാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ മലേഷ്യ വ്യാപാരം ഇനി അതാത് കറൻസിയിൽ. പരസ്പര വ്യാപാരം വർദ്ധിപ്പിക്കാനും ഇടപാടുകൾ അതാത് രാജ്യങ്ങളുടെ കറൻസിയിൽ നടത്താനും ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ധാരണയായി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ഇന്ത്യൻ സന്ദർശനത്തിനിടെയാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം കൈമാറി സിപാസ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും ജീവനക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ കൈമാറി. സിപാസ് ഡയറക്ടർ P. ഹരികൃഷ്ണനാണ് ചെക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയത്. മന്ത്രി ആർ ബിന്ദു, KJ തോമസ്, സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ A. അബ്ദുൽ വഹാബ്, സിപാസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുകുമാരൻ എന്നിവർ സന്നിധരായിരുന്നു. കാലാവസ്ഥാ വാർത്തകൾ. കനത്ത കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. ഇന്നലെ പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലാണ് സംസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടമുണ്ടായത്. റെയിൽവേ ട്രാക്കുകളിൽ മരം വീണതിനാൽ ട്രെയിനുകൾ വൈകിയോടുന്നു. പുതുപ്പള്ളി MG യൂണിവേഴ്സിറ്റി കിടങ്ങൂർ ഭാഗങ്ങളിൽ മരം വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. 57.5 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെൺകുട്ടികളുടെ ലൈംഗിക തൃഷ്ണ വിചിത്രവിധി സുപ്രീം കോടതി റദ്ദാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ മലേഷ്യ വ്യാപാരം ഇനി അതാത് കറൻസിയിൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം കൈമാറി സിപാസ്. കനത്ത കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.